നമ്മുടെ നാട്ടിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? നൊന്തു പ്രസവിച്ച കുഞ്ഞിനെയും ജന്മം നൽകിയ മാതാപിതാക്കളെയും ഒക്കെ കൊലപ്പെടുത്തുന്നവരുടെ നാടായി കേരളം മാറുകയാണോ? പല സംഭവങ്ങളും പരിശോധിച്ചാൽ വഴിവിട്ട ബന്ധങ്ങളാണ് മനുഷ്യരെ മനസ്സാക്ഷിയില്ലാത്തവരാക്കുന്നത്. മലപ്പുറം താനൂരിൽ 3 ദിവസം മാത്രം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മയാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ചേർത്തലയിൽ ഭർത്താവുമായി പിണങ്ങി യുവതിയുടെ ആത്മഹത്യയും. ആ കേസുകളിലേക്ക് വിശദമായി പോകുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതിൻ്റെ നടുക്കത്തിലാണ് മലപ്പുറം താനൂർ നിവാസികൾ. ഒരമ്മയ്ക്ക് ചോര പൈതലിനെ കൊലപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അത്രയ്ക്കും മനസാക്ഷി മരവിച്ചവരായി മാറുന്ന ചില സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. താനൂർ ഒട്ടുംപുറ സ്വദേശിയായ ജുമൈലത്തിൻ്റെ ക്രൂരതയെക്കുറിച്ച് കേട്ടാൽ അമ്മ മനസ്സുള്ളവരുടെ ഉള്ളു നീറും. പ്രസവിച്ച 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു. അവിഹിത ബന്ധത്തിൽ പിറന്ന കുഞ്ഞായതിനാൽ കൊലപ്പെടുത്തിയെന്നാണ് ഇവരുടെ മൊഴി. പോലീസിന്റെ പിടിയിലായ യുവതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ജുമൈലത്ത് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. തുടർന്ന് വീട്ടിലെത്തി. അടുത്തടുത്ത് വീടുള്ള പ്രദേശമാണിത്. വളരെ രഹസ്യമായി കുഞ്ഞിനെ അർദ്ധരാത്രി കൊന്ന് വീട്ടിലെ പറമ്പിൽ കുഴിച്ചുമൂടിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ജുമൈലത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി എന്നാണ് ജുമൈലത്തിന്റെ മൊഴി. ഇതിനുശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിടുകയായിരുന്നു. വീട്ടിലെ കിണറിനടുത്ത് കുഞ്ഞിനെ കുഴിച്ചുമൂടി സ്ഥലം ഇവർ തന്നെയാണ് പോലീസിന് കാണിച്ചു കൊടുത്തത്. വീട്ടിലുണ്ടായിരുന്ന മാതാവ് ഉറങ്ങുന്ന സമയത്താണ് കൃത്യം നടത്തിയതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. തിരൂർ തഹസിൽദാർ, താനൂർ ഡിവൈഎസ്പി വി ബെന്നി, ഫോറൻസിക് വിദഗ്ധർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. പ്രതി ജുമൈലത്തിനെയും സ്ഥലത്ത് എത്തിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൻ്റെ ഉത്തരവാദികൾ ആരായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടാവരുത്. ആണായാലും പെണ്ണായാലും ആരായാലും ഇതിൻ്റെ നിയമത്തിന് മുമ്പിൽ ഈ പ്രതികളെ എല്ലാത്തിനും കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത്. കോഴിക്കോട് സ്വദേശിയായ ഭർത്താവുമായി മാസങ്ങളായി പിണങ്ങിക്കഴിയുകയാണ് ജുമൈലത്ത്. അവിഹിത ബന്ധത്തിൽ പിറന്ന കുട്ടിയായതിനാലാണ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത് എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. കുറ്റകൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ജുമൈലത്തിനെ മാത്രമാണ് പ്രതിയാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ കാടുപിടിച്ച സ്ഥലവും ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുമെല്ലാം ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന ഇടമാണ്. ആരെ കൊന്നിട്ടാൽ പോലും ഒരു കുഞ്ഞു പോലും അറിയില്ല. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന വാട്ടർ ടാങ്ക് വൃത്തിയാക്കുമ്പോഴാണ് ഒരു അസ്ഥികൂടം കണ്ടെത്തിയത്. സമീപത്തുനിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് മരിച്ചത് തലശ്ശേരി സ്വദേശി അവിനാഷ് എന്നാണ് സംശയം. ടാങ്കിൽ നിന്ന് കയർ കണ്ടെത്തിയതിനാൽ ആത്മഹത്യ എന്നാണ് നിഗമനം. മരിച്ചത് ആരാണെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടിവരുമെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ക്യാമ്പസിലെ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന വാട്ടർ ടാങ്കിനുള്ളിൽ
അസ്ഥികൂടം കണ്ടെത്തിയത്. കാട് പിടിച്ചു കിടന്ന സ്ഥലത്ത് പരിശോധന നടത്തിയ ജീവനക്കാരാണ് ഒരു കുടയും ബാഗും വാട്ടർ ടാങ്കിന് സമീപം കണ്ടത്. കൂടുതൽ പരിശോധിച്ചപ്പോൾ അസ്ഥികൂടം ടാങ്കിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. 15 അടി താഴ്ചയിൽ കിടന്ന അസ്ഥികൂടം വാട്ടർ ടാങ്കിന്റെ മാൻഹോൾ വഴിയാണ് പുറത്തെടുത്തത്. പാന്റും ഷർട്ടുമാണ് വേഷം. കയർക്കുരുക്ക് ഉണ്ടായിരുന്നതിനാൽ ആത്മഹത്യയാണെന്ന് പോലീസ് സംശയിക്കുന്നു. അസ്ഥികൂടത്തിന് സമീപത്ത് നിന്ന് തലശ്ശേരി വിലാസത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. വാട്ടർ ടാങ്കിനുള്ളിൽ നിന്നും തൊപ്പിയും കണ്ണടയും കണ്ടെത്തിയിട്ടുണ്ട്. അസ്ഥികൂടം ഫോറൻസിക് സംഘം പരിശോധിച്ചു വരുന്നു. അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുകയും DNA സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. സമൂഹ മാധ്യമങ്ങളിലൂടെ പല രീതിയിലാണ് സ്ത്രീകൾ അതിക്രമത്തിന് ഇരകളാകുന്നത്. ഒരാളെ ഇല്ലായ്മ ചെയ്യാനും പക വീട്ടാനും അപകീർത്തിപ്പെടുത്താനും അശ്ലീല വീഡിയോകൾ വരെയും പ്രചരിപ്പിക്കാം. ആലപ്പുഴയിലെ ഒരു വനിതാ നേതാവാണ് സൈബർ ആക്രമണത്തിൻ്റെ ഒടുവിലത്തെ ഇര. വിദേശ നമ്പറിൽ നിന്നും തൻ്റെ രൂപസാദൃശ്യമുള്ള യുവതിയുടെ അശ്ലീല ദൃശ്യങ്ങൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നതായി യുവതി പോലീസിൽ പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനു സജീവാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ച മുതലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് മീനു സജീവനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അശ്ലീല വീഡിയോകൾ പ്രചരിച്ചു തുടങ്ങിയത്. ആദ്യം മീനുവിന്റെയും പിന്നീട് സുഹൃത്തുക്കളുടെയും ഫോണിലേക്ക് ഗൾഫ് നമ്പറിൽ നിന്നും അശ്ലീല വീഡിയോയും സന്ദേശവും ലഭിച്ചു. തുടർന്ന് വള്ളിക്കുന്നം പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി. എന്നാൽ മറ്റിടങ്ങളിലേക്ക് വീഡിയോ പ്രചരിക്കുന്നതായി മനസ്സിലാക്കിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് കൂടി മീനു പരാതി നൽകിയത്. മീനുവും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരിചയക്കാരിയായ ഒരു യുവതിക്ക് വിദേശത്ത് ജോലി നൽകിയ ഭർത്താവാണ് വീഡിയോ അയച്ചു നൽകിയതെന്ന് വ്യക്തമായി. തനിക്ക് നേരിട്ട ദുരനുഭവം മറ്റാർക്കും ഉണ്ടാകരുതെന്നും അതുകൊണ്ടാണ് പരസ്യമായി രംഗത്ത് വന്നതെന്നും മീനു പറഞ്ഞു. എന്റെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോ ഒരു വിദേശ നമ്പറിൽ നിന്നും എന്റെ വാട്സപ്പിലേക്ക് വരികയും അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കൾക്കും ആ വിദേശ നമ്പറിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നിട്ടും സൈബർ ഇടങ്ങളിൽ അത് വ്യാപകമായി പ്രചരിക്കുന്നതുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുകയും നാളുകളിൽ ഞാൻ അടക്കമുള്ള ഒരു സ്ത്രീകൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമോ മറ്റോ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും മീനുവിന്റെ പരാതിയിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനു ശേഷവും വീഡിയോ പലയിടങ്ങളിലായി പ്രചരിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കാര്യം വിശദീകരിച്ചെങ്കിലും അപവാദ പ്രചരണം തുടരുകയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT ആക്ട് പ്രകാരവും വള്ളിക്കുന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മീനുവിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായും കുറ്റക്കാരായവരെ ഉടൻ കണ്ടെത്തുമെന്നും വള്ളിക്കുന്നം പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് പകരം പങ്കാളിയുടെ ജീവനെടുക്കുന്നതും അവരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നതുമായ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ പൊതുസ്ഥലത്തേക്ക് നീളുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും കാണാൻ കഴിയും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഭാര്യയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചത്. നീറിപ്പാറ സ്വദേശിയായ ഗീതയെയാണ് ഭർത്താവ് ഷൺമുഖം കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഷൺമുഖത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കൊഴിഞ്ഞാമ്പാറ നീലിപ്പാറ സ്വദേശിയായ ഗീതയെ ഭർത്താവ് ഷൺമുഖമാണ് ഇന്ന് രാവിലെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. രാവിലെ 7:30 ഈ നീലിപ്പാറയിലുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഗീത ജോലിക്ക് പോവുകയാണ്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. അങ്ങനെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് കത്തിയുമായി എത്തിയ ഷൺമുഖം ഇവരെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗീതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാൾ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വന്നത് എന്നുള്ള എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ബസ് ഡ്രൈവറായ സുലൈമാനാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഭാര്യയെ കൊല്ലുക, അവരുടെ ജീവൻ തന്നെ അപായപ്പെടുത്തുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ഈ സ്ത്രീയെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇയാളിപ്പോൾ ഈ ഷൺമുഖം ഇപ്പോഴും പോലീസിന്റെ പിടിയിലല്ല. അയാളെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുമ്പും ഇതുപോലെ തന്നെ ഗീതയെ ഇയാൾ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. കുടുംബ പ്രശ്നമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. എല്ലാ വീടുകളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. മുൻപൊക്കെ വഴക്കും പ്രശ്നവുമൊക്കെ ദമ്പതികൾ പരസ്പരം പറഞ്ഞു തീർക്കും. ഒരു രാത്രിക്കപ്പുറം പിണക്കം നീണ്ടുപോകാറുമില്ല. എന്നാൽ ഇന്ന് സ്ഥിതി മറിച്ചായിരിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ പോലും കൊലപാതകത്തിലോ ആത്മഹത്യയിലോ കലാശിക്കുന്ന കാഴ്ചകൾ. ആലപ്പുഴ ചേർത്തലയിൽ യുവതി ജീവനൊടുക്കിയത് ഭർത്താവുമായുള്ള പിണക്കത്തിൻ്റെ പേരിലാണ്. ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ തുണിക്കട നടത്തുന്ന രാജി അവിടെ എത്തി തൂങ്ങി മരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് രാജിയും ഭർത്താവ് റാം മഹേഷും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ രാജി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്ന് പലതവണ യുവതിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. ഇതിനിടെ സംശയം തോന്നിയ ഭർത്താവ് എക്സ്റേ ജംഗ്ഷനിലെ കടയിലെത്തി പരിശോധിച്ചപ്പോഴാണ് രാജിയെ കടയ്ക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് അറിയിച്ചു. ഇവരുടെ ഏകമകളായ മീര ബംഗളൂരുവിൽ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് രാജിയും ഭർത്താവ് റാം മഹേഷും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ രാജി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്ന് പലതവണ യുവതിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. ഇതിനിടെ സംശയം തോന്നിയ ഭർത്താവ് എക്സ്റേ ജംഗ്ഷനിലെ കടയിലെത്തി പരിശോധിച്ചപ്പോഴാണ് രാജിയെ കടയ്ക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് അറിയിച്ചു. ഇവരുടെ ഏകമകളായ മീര ബംഗളൂരുവിൽ വിദ്യാർത്ഥിയാണ്. ന്യൂസ് 18 ആലപ്പുഴ. വയനാട് വെറ്ററിനറി സർവകലാശാലയിലെ ഹോസ്റ്റലിൽ ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ ചോരപ്പാടുകളുണ്ട്. അവിടെ എത്തിയാൽ ആ വിദ്യാർത്ഥിയുടെ നിലവിളി ശബ്ദം ചെവികളിൽ മുഴങ്ങും. 3 ദിവസം അവന് ഭക്ഷണം പോലും കൊടുക്കാതെ തുടർച്ചയായി മർദ്ദനം. നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടിയതിൻ്റെ പാടുകൾ, ബെൽറ്റ് കൊണ്ട് അടിച്ചതിൻ്റെ അടയാളങ്ങൾ. സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണം നടന്ന് 10 ദിവസമാകുമ്പോഴും മുഖ്യപ്രതികളിൽ പലരും കാണാമറയത്താണ്. കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതി അഖിൽ കൂടി പിടിയിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7
മരിച്ച സിദ്ധാർത്ഥിനെ റാഗ് ചെയ്തതിലും ക്രൂരമായി മർദ്ദിച്ചതിലും മുഖ്യ പങ്കുണ്ടെന്ന് കരുതുന്നയാളാണ് അറസ്റ്റിലായ പാലക്കാട് സ്വദേശി അഖിൽ. SFI നേതാക്കളടക്കം കേസിൽ ആകെ 18 പ്രതികളാണുള്ളത്. ഇവരിൽ 11 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെല്ലാവരും SFI ഭാരവാഹികളോ പ്രവർത്തകരോ ആണ്. കോളേജിൽ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും അരങ്ങേറിയെന്ന് DYSP TN സജീവ് വ്യക്തമാക്കി. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഇനി 11 നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനിയും കിട്ടാനുള്ളത്. പല സൂചനകളും ഉണ്ട്. ഈ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ? ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കുലർ. രണ്ടാം വർഷ BVSC വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ഈ മാസം 18-നാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യാർത്ഥിയെ 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചതായാണ് ആരോപണം. നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലുമെല്ലാം ചവിട്ടിയതിന്റെ പാടുകൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. SFI യൂണിറ്റ് സെക്രട്ടറി S. അഭിഷേക് അടക്കം 6 പേരാണ് നേരത്തെ അറസ്റ്റിലായത്. കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുമെന്നും പോലീസ് പറയുന്നു. സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഇതിപ്പോ തൃപ്തി അല്ലെങ്കിൽ ഞങ്ങൾ എവിടം വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. അതിലിപ്പോ ആയി വന്നിട്ടുള്ളവരല്ല, ഇതിനേക്കാളും കൂടുതൽ പേര് അതിനകത്തുണ്ട്. അവരെ കൂടെ പുറത്തു കൊണ്ടുവരണം. ഇത്രയും ഒരു 1.25 വർഷം കൊണ്ട് അവിടെ വേറൊരു പ്രോബ്ലം അവൻ ഉണ്ടാക്കിയതായിട്ടോ ഒന്നും അറിയില്ല. ഇൻട്രസ്റ്റോടെ പഠിക്കുന്നുണ്ട്. അത് പഠിച്ച് തീർത്തിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും അവനായിട്ട് അവിടെ ഒരു സംഭവം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സൂയിസൈഡ് ചെയ്യാൻ അവന് കഴിയില്ല. മുഴുവൻ പ്രതികളെയും കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFI ഇതര വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭം ശക്തമാക്കി. MSFും ABVPയും കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന് പിന്നാലെ KSU ജില്ലാ കമ്മിറ്റി അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. ഒരാളെ തല്ലാനും കൊല്ലാനും മുൻ വൈരാഗ്യമൊന്നും വേണ്ട. പെട്ടെന്നുള്ള പ്രകോപനവും റോഡിലെ തർക്കവുമൊക്കെ ആക്രമണത്തിന് കാരണമാകുന്നുണ്ട്. കോഴിക്കോട് മുക്കത്ത് വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചത്, കാർ അലക്ഷ്യമായി ഓടിച്ചത് ചോദ്യം ചെയ്തതിനാണ്. കഴുത്തപ്പറമ്പ് സ്വദേശിയും ഡിഗ്രി 3-ാം വർഷ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഷഹനാണ് മർദ്ദനമേറ്റത്. ചെവിക്ക് ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ കേൾവിശക്തി കുറഞ്ഞിട്ടുണ്ട്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വെച്ച് കാറിലെത്തിയ 4-അംഗ സംഘം മർദ്ദിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ ഓടത്തെരുവിൽ വെച്ച വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. കറുത്തപ്പറമ്പ് സ്വദേശിയും ഡിഗ്രി 3-ാം വർഷ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഷഹനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ 20-ന് രാത്രി 10 മണിയോടെ NC ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംഭവം. സുഹൃത്തിന്റെ ബൈക്കിൽ വീട്ടിൽ നിന്ന് മുക്കത്തേക്ക് പോകവെ ഇട റോഡിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് കടന്നപ്പോൾ പ്രതികൾ സഞ്ചരിച്ച കാറിന് മുന്നിൽ പെട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് മർദ്ദിച്ചതെന്നും പരാതിയിൽ പറയുന്നു. ചെവിക്കും കണ്ണിനുമടക്കം പരിക്കുണ്ടെന്നും ചെവിക്ക് തകരാറുണ്ടായതായും മുഹമ്മദ് ഷഹൻ പറഞ്ഞു. മെയിൻ റോഡിൽ കയറിയ ഉടനെ ഓലെ ഫ്രണ്ടിക്കായി പോയി ഞാൻ ചാടിയത്. അപ്പോൾ ഓല് അന്ന് നേരത്തെ ഓണടിക്കുക എന്തൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പം പിന്നെ ഓല് എൻ്റെ ബാക്കിൽ നേരെ വന്ന് അപ്പം ഞാൻ കാര്യമാക്കാതെ ഞാൻ പോയി. അപ്പോൾ ഒരാൾ കഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ്ട് എന്നെ ബ്ലോക്ക് ഇട്ട് പിന്നെ ഓല് 4 ആൾ ഇറങ്ങി വന്ന് 4 ആളും പാടെ തച്ചി, ഒന്നും പറയാതെ തച്ചി. ഫസ്റ്റ് തന്നെ ഒരുത്തനെ ചെവിക്ക് തച്ചി അപ്പം തന്നെ കേൾവി പോയിനി. പിന്നെ ഡ്രൈവർ ഉണ്ടായി, ഡ്രൈവർ ഒന്ന് തലക്കടിച്ചപ്പോൾ അത്യാവശ്യം ബോധം അപ്പം തന്നെ അതിൻ്റെ പോയിനി. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്രതികൾ വിദ്യാർത്ഥിയെ കാറിൽ പിന്തുടരുന്നതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. നമ്മുടെ നാട്ടിൽ പോലീസിന് നേരെ കയ്യേറ്റം പതിവായിരിക്കുകയാണ്. തൃശ്ശൂരിലാണ് ഇതിലേറ്റവും ഒടുവിലത്തെ സംഭവം. സിനിമാ ചിത്രീകരണ സംഘത്തിന്റെ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നുവെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസുകാർക്ക് നേരെയായിരുന്നു കയ്യേറ്റം. 1 മണിക്കൂറോളമാണ് ആക്രമികൾ സ്ഥലത്ത്
ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനടക്കം കേസെടുത്ത പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിലാണ് കൺട്രോൾ റൂം SI, 2 CPOമാർ എന്നിവർക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. വടക്കേ സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയവരാണ് അക്രമത്തിന് പിന്നിൽ. അൻവർ റഷീദ് നിർമ്മിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തട്ടുകടയ്ക്ക് സമീപം നടന്നിരുന്നു. ഇതുമൂലം നഷ്ടമുണ്ടായെന്ന് പറഞ്ഞ തട്ടുകട നടത്തിപ്പുകാർ സിനിമാ പ്രവർത്തകരുമായി തർക്കത്തിലേർപ്പെട്ടു. പിന്നീട് ഭക്ഷണം കഴിക്കാനെത്തിയവർ തർക്കമേറ്റെടുത്ത് സിനിമാ പ്രവർത്തകരുടെ 2 ട്രാവലറുകൾ റോഡിൽ തടഞ്ഞിട്ടതായി പോലീസ് പറയുന്നു. വിവരമറിഞ്ഞ് കൺട്രോൾ റൂമിൽ നിന്നെത്തിയ പോലീസുകാർ വാഹനം മോചിപ്പിച്ചു. ഇതിൽ പ്രകോപിതരായി പ്രതികൾ പോലീസിന് നേരെ കയ്യേറ്റം നടത്തുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസിൽ വിവരം കൈമാറിയെങ്കിലും കൂടുതൽ പോലീസ് സ്ഥലത്തില്ലാതിരുന്നതിനാൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനായില്ല. 1 മണിക്കൂറോളം നേരം പ്രതികൾ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ചിറ്റണ്ട സ്വദേശിയായ വർഗീസിന്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലായിരുന്നു അതിക്രമമെന്ന് പോലീസ് പറയുന്നു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 തൃശൂർ. ഭിന്നശേഷിക്കാരും മാനസിക വൈകല്യമുള്ളവരുമായ മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് നല്ല ശ്രദ്ധ വേണം. ഒന്ന് കണ്ണു തെറ്റിയാൽ കഴുകനെ പോലെ വേട്ടയാടാൻ നോക്കിയിരിക്കുന്ന മനുഷ്യരെ കാണാം. മലപ്പുറത്ത് മാനസിക വൈകല്യമുള്ള 23-കാരിയെ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് യുവാവ് പീഡിപ്പിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ തിരൂർ വെട്ടം സ്വദേശി ബിനാഗ് വിക്രമിനെ ബംഗളൂരുവിൽ നിന്നും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരുവിൽ നിന്നാണ് സാഹസികമായി പിടികൂടിയത്. തിരൂർ വെട്ടം സ്വദേശി വിനായകൻ എന്ന 23-കാരനാണ് പോലീസിന്റെ പിടിയിലായത്. ഫെബ്രുവരി 1-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീടിനടുത്തുള്ള ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് പ്രതി ബലാത്സംഗം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. 376-ാം വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതി ബാംഗ്ലൂരുവിൽ നിന്ന് പിടിയിലായത്. വിനായകന്റെ പേരിൽ പോലീസിനെ ആക്രമിച്ച കേസും ബൈക്ക് മോഷണ കേസും അടിപിടി കേസും നിലവിലുണ്ട്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18. പാലക്കാട് പട്ടാമ്പിയിലെ ഒരു പോക്സോ കേസ് വിധിയാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. കഴിഞ്ഞ വർഷം ചെറുപ്പുളശ്ശേരിയിൽ ഓട് പൊളിച്ച് വീട്ടിൽ കയറി 14-കാരിയെ പീഡിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിൽ പ്രതിക്ക് കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പ്രതി രാജൻ 1,20,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ വിധിയിലുണ്ട്. ൽ ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. രാത്രി വീടിന്റെ ഓട് പൊളിച്ചകത്ത് കയറി 14 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. പ്രതിയായ രാജന് വിവിധ വകുപ്പുകളിലായി 10 വർഷം കഠിന തടവും 1,20,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനുവാണ് ശിക്ഷ വിധിച്ചത്.
പിഴസംഖ്യ ഇരക്കി നൽകാനും വിധിയായി. സബ് ഇൻസ്പെക്ടർ ബി പ്രമോദാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. 12 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 16 രേഖകൾ ഹാജരാക്കി. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് ചൂരിയിലെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധിക്കായി ഇനിയും കാത്തിരിക്കണം. കേസിൽ വിധി പറയുന്നത് മാർച്ച് 7 മാറ്റിയിരിക്കുകയാണ്. ജഡ്ജിയുടെ അസൗകര്യം മൂലമാണ് തീയതി മാറ്റിയത്. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രമാദമായ റിയാസ് മൗലവി കൊലക്കേസിൽ വിധി പറയുന്നത് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാർച്ച് 7 മാറ്റി. ജഡ്ജിയുടെ അസൗകര്യം കണക്കിലെടുത്താണ് തീയതി മാറ്റം. 2017 മാർച്ച് 20 പുലർച്ചെയാണ് കുടക് സ്വദേശിയായ മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കടന്ന് കൊലപ്പെടുത്തിയത്. കേസിൽ RSS പ്രവർത്തകരായ കേളുകുഡയിലെ അജേഷ് എന്ന അപ്പു, നിതിൻ കുമാർ, കേളുകുഡയിലെ ഗംഗൈ റോഡിലെ അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് പ്രതികൾ. ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ 7 വർഷക്കാലമായി ജയിലിൽ തന്നെയാണ്. സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ തെളിവ് സഹിതം വ്യക്തമാക്കിയത്. 90 ദിവസത്തിനകം തന്നെ അന്വേഷണം പൂർത്തിയാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കൃത്യം നടന്ന് 3 ദിവസത്തിനകം തന്നെ പ്രതികളെ പിടികൂടിയിരുന്നു. DNA പരിശോധനാ ഫലമടക്കം 50-ലേറെ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിന്റെ വിചാരണ വേളയിൽ 97 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 215 രേഖകളും 45 തൊണ്ടി മുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. പോലീസ് പെട്രോൾ ഇനി പോകുന്നത് പാലക്കാട് പട്ടാമ്പിയിലേക്കാണ്. SDPI ദേശീയ പ്രസിഡന്റ് M മൊയ്തീൻകുട്ടി ഫൈസിയുടെ പട്ടാമ്പി വിളയൂരിലെ വീട്ടിൽ ED റെയ്ഡ് നടത്തി. സംഭവ സമയത്ത് മൊയ്തീൻകുട്ടി വീട്ടിൽ ഇല്ലായിരുന്നുവെന്നാണ് വിവരം. ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം നടത്തിയ പരിശോധനയുടെ തുടർച്ചയായിട്ടായിരുന്നു പാലക്കാട്ട് റെയ്ഡ്. SDPI ദേശീയ പ്രസിഡന്റായ വിളയൂർ കൂരാച്ചിപ്പടി സ്വദേശി M മൊയ്തീൻകുട്ടി ഫൈസിയുടെ വീട്ടിലാണ് ED സംഘം പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു റെയ്ഡ്. ഡൽഹിയിൽ നിന്നുള്ള ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കൊപ്പം പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു പരിശോധന. സംഭവ സമയം മൊയ്തീൻകുട്ടി വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. കൊപ്പം SI KS സുധീഷ്മന്റെ നേതൃത്വത്തിൽ 20 പോലീസുകാരും സ്ഥലത്തെത്തിയിരുന്നു. കോഴിക്കോട്, കൊച്ചി യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരുടെ സഹായവും ED തേടിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം നടത്തിയ പരിശോധനയുടെ തുടർച്ചയായിരുന്നു പാലക്കാട് നടത്തിയ റെയ്ഡ്. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവതിയുടെ ആത്മഹത്യയിൽ 2 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് അറസ്റ്റിൽ. കാട്ടാക്കട പട്ടക്കുളം സ്വദേശി ബിനു ആണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 14 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. നേമം സ്വദേശി മുജീബ് റഹ്മാനെയാണ് ശിക്ഷിച്ചത്. 3.5 വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച പ്രതിക്ക് 3 ജീവപര്യന്തം ശിക്ഷ. പൊന്നൂക്കര സ്വദേശി സന്തോഷ് അപ്പച്ചനെയാണ് തൃശൂർ അതിവേഗ സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 43-കാരന് 38 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തൃശൂർ വെള്ളിക്കുളങ്ങര സ്വദേശി ബൈജുവിനെയാണ് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കൊട്ടാരക്കര പുല്ലാമല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മരുന്നുകൾ കടത്തുന്നതായി പരാതി. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അന്വേഷണം ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ പോലീസിൽ പരാതി നൽകി. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ മുഖ്യപ്രതികൾ കീഴടങ്ങി. വടക്കേപ്പുറം കരയോഗം ഭാരവാഹികളാണ് കീഴടങ്ങിയത്. വയനാട് മാനന്തവാടിയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവ്. മക്കിയാട് സ്വദേശി വർഗീസിനെയാണ് മാനന്തവാടി സ്പെഷ്യൽ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത്. ഈ പകൽ തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു. കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഭർത്താവ് മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. അയിരൂർ സ്വദേശിനി ലീലയാണ് ഉറങ്ങിക്കിടക്കവേ ഭർത്താവ് അശോകൻ തലയിലൂടെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. 70% പൊള്ളലേറ്റ വീട്ടമ്മ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. സ്ട്രോക്ക് വന്ന് 1 വർഷത്തോളം കിടപ്പിലായിരുന്ന തന്നെ ഭാര്യ ഉപേക്ഷിച്ചു പോകുമോ എന്ന സംശയം കാരണം അശോകൻ കൊലപ്പെടുത്തുകയായിരുന്നു. നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ദൃഢമാകാൻ പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് വേണ്ടത്. എല്ലാ വീടുകളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. വഴക്കും പ്രശ്നവുമൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പറഞ്ഞു തീർത്താൽ എത്ര സുന്ദരമായിരിക്കും ജീവിതം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.